നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യം വീണ്ടും അതീവ ജാഗ്രതയിലാണ്. നമ്മുടെ ഭാരതത്തിന്റെ അഭിമാന സ്തംഭമായ ചെങ്കോട്ടയെയും പുണ്യക്ഷേത്രങ്ങളെയും ലക്ഷ്യമിട്ട പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബ പുതിയ ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫെബ്രുവരി 6 പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലുണ്ടായ ഷിയ പള്ളി സ്ഫോടനത്തിന് ഭാരതത്തോട് പ്രതികാരം തീർക്കാനാണ് ഭീകരരുടെ നീക്കം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാന സ്ഥലത്ത് തന്നെ ആക്രമണം നടത്താനായിട്ട് ഈ ഭീകരർ തക്കം പാർത്തിരിക്കുകയാണ് എന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും എല്ലായിടത്തും സുരക്ഷ അത് ഇരട്ടിയാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡതയെയും സമാധാനത്തെയും തകർക്കാൻ അതിർത്തി കടന്നുള്ള ശത്രുക്കൾ നടത്തുന്ന ഏതൊരു നീക്കത്തെയും ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടുമെന്ന ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ. ആ വിശ്വാസം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാരെയും സമാധാനത്തോടു കൂടി ഉറങ്ങാൻ അല്ലെങ്കിൽ നമുക്ക് അതിനു വേണ്ടി സാധിക്കുന്നത്. രാജ്യ തലസ്ഥാനത്തെ നടുക്കാനാണ് ഭീകര സംഘടനകൾ ഇപ്പോൾ പദ്ധതിയിടുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ കർശന മുന്നറിയിപ്പ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബ ഡൽഹിയിലെ ചരിത്ര സ്മാരകമായ ചെങ്കോട്ടയും തിരക്കേറിയ ചാന്ദിനി ചൗക്ക് പ്രദേശത്തെ ആരാധനാലയങ്ങളും ലക്ഷ്യമിട്ടാണ് വൻതോതിലുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഡൽഹിയിൽ നിലനിൽക്കുന്ന അശാന്തമായ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടുന്നതാണ് പുതിയ സുരക്ഷാ വെല്ലുവിളികൾ. പലപ്പോഴും പാകിസ്ഥാൻ നമ്മുടെ ഭാരതത്തെ നോക്കി പലതരത്തിലുള്ള ഭീഷണികളും മുഴക്കാറുണ്ട്. അങ്ങോട്ട് ഒന്നും തന്നെ നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് കയറി ചൊറിയുന്ന സ്വഭാവം അത് പാകിസ്ഥാൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ഡൽഹി പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും നഗരത്തിലുടനീളം സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ലഷ്കർ ഇ തോയ്ബയുടെ പുതിയ നീക്കത്തിന് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില സംഭവ വികാസങ്ങളുണ്ടെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 6 പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഒരു മസ്ജിദിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിന് പ്രതികാരമായാണ് ഇന്ത്യയിൽ ആക്രമണം നടത്താൻ ഈ ഭീകരർ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അന്ന് ആ പള്ളിയിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിൽ ഭാരതമാണെന്ന വ്യാജ ആരോപണം ഉയർത്തിയാണ് പാക് ഭീകരർ ഇപ്പോൾ പ്രകോപനത്തിന് മുതിരുന്നത്. ചാന്ദിനി ചൗക്കിലെ ഒരു സുപ്രധാന ക്ഷേത്രത്തെ ലക്ഷ്യം വെച്ച് IED അതായത് ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ചുള്ള സ്ഫോടനം നടത്താനാണ് ഭീകരരുടെ പദ്ധതിയെന്നും രഹസ്യാന്വേഷണ ഉറവിടങ്ങൾ വ്യക്തമാക്കുന്നു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും വിദേശ സഞ്ചാരികൾ ഏറെ എത്തുന്നതുമായ ചാന്ദിനി ചൗക്ക് ലക്ഷ്യമിടുന്നതിലൂടെ രാജ്യവ്യാപകമായി ഭീതി പടർത്തുകയാണ് ഭീകര സംഘടനയുടെ ലക്ഷ്യം. കാരണം പ്രത്യേകിച്ച് കൂടുതൽ വിനോദസഞ്ചാരികൾക്കുള്ളിലും നമ്മുടെ രാജ്യം സുരക്ഷിതമല്ല. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകരാക്രമണ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള ഒരു ഭയം സൃഷ്ടിക്കാൻ കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കത്തിന് ഈ പറയുന്ന ഭീകരർ തയ്യാറെടുക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിന് മുൻപ് തന്നെ ഭീകര ഭീഷണിയെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഡൽഹി പോലീസിലെ സ്പെഷ്യൽ സെൽ ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നിരവധി യോഗങ്ങൾ ചേർന്നു കഴിഞ്ഞു. മഹാശിവരാത്രി പ്രമാണിച്ച് ചാന്ദിനി ചൗക്കിലെ പ്രശസ്തമായ ഗൗരി ശങ്കർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിൽ കമാൻഡോകളെയും പ്രത്യേക നിരീക്ഷണ സംഘങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ 10 ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിന് ശേഷം ഡൽഹി അതീവ ജാഗ്രതയിലാണ്. 12 പേരുടെ ജീവനെടുത്ത ആ സംഭവത്തിന് പിന്നിലെ ഭീകര ശൃംഖലയെ സുരക്ഷാ സേന തകർത്തിരുന്നു. ഇതിന് പിന്നാലെ ഖലിസ്ഥാനി ഭീകരരും ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘങ്ങളും ഇന്ത്യയിലെ ഗുണ്ടാ സംഘങ്ങളുമായി ചേർന്ന് അസ്ഥിരതയുണ്ടാക്കാൻ ശ്രമിക്കുന്നതായും വിവരമുണ്ട്. നിലവിൽ ഡൽഹിയിൽ നടക്കുന്ന ആഗോള AI ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിലും നഗരം കനത്ത സുരക്ഷാ വലയത്തിലാണ്. ബോംബ് ഡിസ്പോസൽ സ്ക്വാഡുകൾ, ഡോഗ് സ്ക്വാഡുകൾ, ക്വിക്ക് റിയാക്ഷൻ ടീമുകൾ എന്നിവരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ വിന്യസിച്ചു കഴിഞ്ഞു. ശത്രുക്കളുടെ ഏത് പ്രകോപനത്തെയും ചെറുത്തു തോൽപ്പിക്കാൻ
ഭാരതം സജ്ജമാണെന്നും ഒരടി പോലും പിന്നോട്ടില്ലെന്നും അധികൃതർ ആവർത്തിച്ചു. ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയ്ക്ക് നേരെ മുൻപും ലഷ്കർ-ഇ-ത്വയ്ബ കണ്ണുവെച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ മുന്നറിയിപ്പിന് പിന്നിൽ ഭീതിതമായ ചില മുൻകാല സംഭവങ്ങളുണ്ട്. 2025 നവംബർ 10 ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമുണ്ടായ കാർ ബോംബ് സ്ഫോടനം ഇതിന്റെ ഉദാഹരണമാണ്. മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപം സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ പൊട്ടിത്തെറിച്ച് അന്ന് 12 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആ മുറിവുണങ്ങും മുമ്പേ വീണ്ടും ചെങ്കോട്ട ലക്ഷ്യമിട്ടുള്ള ഭീകരരുടെ നീക്കം സുരക്ഷാ ഏജൻസികളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. ചെങ്കോട്ടയ്ക്ക് പുറമെ രാജ്യത്തെ മറ്റു പ്രമുഖ ആരാധനാലയങ്ങളും ഭീകരരുടെ നിരീക്ഷണത്തിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പ്രധാന നഗരങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, മെട്രോ സ്റ്റേഷനുകൾ, ചന്തകൾ എന്നിവിടങ്ങളിലെല്ലാം നിരീക്ഷണം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പിനെ തുടർന്ന് ഡൽഹിയിൽ അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡൽഹിയിലേക്കുള്ള അതിർത്തികൾ സീൽ ചെയ്യുകയും വാഹന പരിശോധന കർശനമാക്കുകയും ചെയ്തു. റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. CCTV ക്യാമറകൾ വഴിയുള്ള നിരീക്ഷണം ശക്തമാക്കി. സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണപ്പെടുന്ന വ്യക്തികളെയും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന വസ്തുക്കളെയും നിരീക്ഷിക്കാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചു. പ്രധാന കേന്ദ്രങ്ങളിൽ അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി സുരക്ഷാ സേനകൾക്ക് മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചു വരികയാണ്. അപരിചിതർ നൽകുന്ന പാഴ്സലുകൾ വാങ്ങാതിരിക്കാനും സംശയാസ്പദമായി എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കാനും അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ലഷ്കർ-ഇ-ത്വയ്ബ സ്വീകരിക്കുന്നത്. ഡ്രോണുകൾ വഴിയുള്ള ആയുധക്കടത്തും സൈബർ ഇടങ്ങളിലൂടെയുള്ള ആശയവിനിമയം സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. 2025 സംഭവത്തിനു ശേഷം ഡൽഹിയുടെ സുരക്ഷാ പ്ലാനിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഭീകരരുടെ പുതിയ നീക്കങ്ങൾ സദാ ജാഗ്രത ആവശ്യപ്പെടുന്നതാണ്. രാജ്യ തലസ്ഥാനം ഭീകരരുടെ നിഴലിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ജനങ്ങൾക്കിടയിലും ആശങ്ക പടർന്നിട്ടുണ്ട്. എങ്കിലും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഏതുതരം വെല്ലുവിളികളെയും നേരിടാൻ ഇന്ത്യൻ സുരക്ഷാ സേന സജ്ജമാണെന്നും ആഭ്യന്തര മന്ത്രാലയം ഉറപ്പു നൽകുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഈ ലഷ്കർ-ഇ-ത്വയ്ബ. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലും മറ്റും ഇവരാണ്. ഇതിനോടകം അമേരിക്കയും ഇസ്രായേലും ഔദ്യോഗികമായി ഇവരെ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2008 നവംബർ 26 മുതൽ 29 വരെ നീണ്ടുനിന്ന മുംബൈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനിൽ നിന്നുള്ള 10 അംഗ ലഷ്കർ-ഇ-ത്വയ്ബ സംഘമായിരുന്നു. രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിൽ അന്ന് നമുക്ക് 166 പേർ മരിക്കുകയും 300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏതായാലും നമ്മുടെ രാജ്യം അതീവ സുരക്ഷയിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾക്കും ചില മുന്നറിയിപ്പുകൾ തരുവാനായിട്ടാണ് ഈ നിർദ്ദേശം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം സജ്ജമാണ്. ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ചെറുത്തു നിൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മുടെ രാജ്യം ഒരുക്കി കഴിഞ്ഞു.